കടൽക്ഷോഭം രൂക്ഷമായതോടുകൂടി തന്നെ തിരുവനന്തപുരം വെട്ടുകാട്ടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പല വീടുകളും ഇപ്പോൾ അപകട ഭീഷണിയിലാണ് നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. വലിയ തിരമാലകൾ തീരത്തേക്ക് അടിച്ച് കയറുകയാണ്. ഈ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ ദിവസം നിരവധി വീടുകൾ കടലെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീരത്ത് നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ തുടരുന്നത്. ഈ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഉച്ചയാകുന്നതോടുകൂടി തന്നെ കടലേറ്റം അങ്ങേയറ്റം രൂക്ഷമാകും. അതോടുകൂടി തന്നെ ഇവരിപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന സംരക്ഷണ ഭിത്തി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ചാക്കുകളിൽ, വലിയ ചാക്കുകളിൽ മണ്ണ് നിറച്ച് ഈ മണ്ണ് ഇടിഞ്ഞ് കടലിലേക്ക് വീഴാതെ വീടുകൾക്ക് സ്വയം സംരക്ഷണ ഭിത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ജനപ്രതിനിധികൾ ആരും വന്നില്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട്. അങ്ങനെയാണ് സ്വയം വീടുകൾക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, കുറച്ച് 1, 2, 3 അടി എടുത്തു വെച്ചാൽ പിന്നീട് കടലിലേക്കാണ് വീട് വീഴുന്നത്. അത്രയും ഒരു ദുരിതത്തിലാണ് ഇവിടെ. ഇങ്ങനെ നിരവധി വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. നമുക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളോട് തന്നെ അവരുടെ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ചോദിച്ചേക്കാം. ചേച്ചി, എന്താണ് ഇപ്പോൾ? ഏത് നിമിഷവും പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യരോ, ഒരു മന്ത്രിയോ, ഒരു കൗൺസിലറോ, ഒരു പാർട്ടിക്കാരോ ആരും ഒന്നും വന്ന് നോക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ എന്ത് സംഭവിക്കും, ഞങ്ങളുടെ കൊച്ചു മക്കളുമായിട്ട് എവിടെ പോകുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നതാണ്. അല്ലാതെ ഞങ്ങൾ പേടിക്കും. രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഉറങ്ങത്തില്ല. ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് എപ്പോൾ ഇവിടെ നിന്ന് ഓടാൻ പറ്റും എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇതിപ്പം ഈ ചാക്കുകളിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചത് ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെയാണ് സ്വയം ചെയ്തത്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ചെയ്തത്. പള്ളിക്കാരോ ഒരു പാർട്ടിക്കാരോ ഒരു ക്ലേ ഇറക്കി ചോദിച്ചപ്പോൾ ഇറക്കി തന്നിട്ടില്ല. ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഇറക്കി അത് ചെയ്തത്. ഞങ്ങൾ 3 വീട്ടുകാരാണ് അങ്ങനെ ചെയ്തത്. അപ്പുറത്തെ സൈഡിലൊക്കെ നിരവധി വീടുകളിൽ സമാനമായ രീതിയിൽ അപകട ഭീഷണി നേരിടുന്നുണ്ട്. അപകടമുണ്ട്. അപ്പുറത്തെ സൈഡ്, പള്ളിയുടെ അപ്പുറത്തെ സൈഡ് ഭയങ്കരമായ അപകടം. ഇതിനേക്കാളും രൂക്ഷമാണ് അവിടുത്തെ വീടുകൾ മറിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ പേടിച്ചാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയത്തിൽ തന്നെയാണല്ലേ? ഭയം തന്നെയാണ്. ഇവിടെ ജീവിക്കുന്നതോറും ഞങ്ങൾക്ക് ഭയം തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കും പറയാനുള്ളത്. ഓരോ നിമിഷത്തിലും അവർ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഓരോ തിര വരുമ്പോഴും ആ തിര തങ്ങളുടെ വീടിനെ കൂടി എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു ഭയം ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുണ്ട്. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു പ്രധാനമായ പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വയം സംരക്ഷണ ഭിത്തി ഒരുക്കി അവർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം സാധനങ്ങളും എല്ലാം അവരുടെ വീടുകളിൽ തന്നെയാണുള്ളത്. മറ്റൊരിടത്തേക്ക് മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം പോലും അവർക്ക് ഇല്ലാത്ത ഒരു സ്ഥിതിയുമുണ്ട്. അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് വലിയതുറ പ്രദേശത്തെ, അതുപോലെ തന്നെ ഈ വെട്ടുകാട് പ്രദേശത്തെയും ജനങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്.